എല്ലാവർക്കും ചിത്രകഥയിലേക്ക് നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് ഹംപിയിലേക്ക് നടത്തിയ ഒരു യാത്രയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കുഞ്ഞു വിശേഷമാണ്. ഇംതിയാസ് അലി സംവിധാനം ചെയ്തിട്ടുള്ള തമാശ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബോളിവുഡ് ഫിലിമായിട്ടുള്ള തമാശയിൽ ഇങ്ങനെ ഒരു രംഗമുണ്ട്. ഈ സീൻ അരങ്ങേറുന്നത് യൂറോപ്പിലെ ഏതോ ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ്. വേദ് എന്നുള്ള നായകൻ അദ്ദേഹം ഇങ്ങനെ ഒരു സൺസെറ്റ് ആസ്വദിക്കുന്നതാണ്. ഒരു വലിയ ഒരു ലോങ് ഷോട്ടാണ്. ഈ ലോങ് ഷോട്ടിൽ വിദൂരതയിൽ ഒരു കുന്നിൻ്റെ മുകളിൽ നമ്മുടെ നായകൻ ഇരിക്കുന്നു. നമുക്കറിയാം രൺബീർ കപൂറാണ് ഒരു സ്റ്റോറി ടെല്ലർ ആവാൻ ആഗ്രഹിക്കുന്ന വേദ് എന്നുള്ള നായകനെ, ഭയങ്കര ഐഡൻറ്റിറ്റി ക്രൈസിസ് ഒക്കെ ഉള്ളൊരു ഹീറോയിനെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ ഈ കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് സൺസെറ്റ് ആസ്വദിച്ചിരിക്കുന്നൊരു മൊമെൻ്റാണ്. ഇവിടെ നമ്മുടെ ആ സീനിൽ നമ്മൾ കാണുന്നത് ഈ സിനിമയിലെ ഹീറോയിനായിട്ടുള്ള ദീപിക പദുക്കോൺ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ സൺസെറ്റ് ആസ്വദിക്കുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ ജീവിതത്തിൻ്റെ തിരക്ക് പിടിച്ച ഓട്ടങ്ങൾക്കിടയിൽ ഒരു വേള നല്ലൊരു സൂര്യോദയം, നല്ലൊരു സൂര്യാസ്തമയമൊക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ട് അല്ലേ? ഹംപിയിൽ ഞാൻ ചെല്ലുന്നത് കഴിഞ്ഞ ഏപ്രിലാണ്. ഹംപി യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനാണ്. നമുക്കറിയാം, ചരിത്രത്തെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അറിയാവുന്നൊരു കാര്യം, വിജയനഗര ടെമ്പിൾ ആർക്കിടെക്ചറിൻ്റെ ഒരു തൊട്ടിലാണ് ഹംപി എന്ന് പറയുന്നത്. മനോഹരമായിട്ടുള്ള ഒരുപാട് ക്ഷേത്ര സ്മാരകങ്ങൾ ഹംപിയിലുണ്ട്. വിജയനഗര സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചറാണ് നമ്മളിവിടെ മുഴുവൻ കാണുന്നത്. അപ്പോൾ ഹംപിയിൽ പ്രസിദ്ധമായിട്ടുള്ള മൊനുമെൻറ്റ്സും അല്ലെങ്കിൽ ടെമ്പിൾസോ അല്ലെങ്കിൽ അതിൻ്റെ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ നമുക്ക് വേറെ എപ്പോഴെങ്കിലും സംസാരിക്കാം. ഹംപിയിൽ വെച്ച് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൊരു ഭയങ്കര രസകരമായിട്ട് തോന്നിയിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഈ മൊമെൻ്റ് സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, നിങ്ങളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ ആ യാത്ര നിങ്ങൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടൊക്കെ ആയിരിക്കും തുടങ്ങുക. കാരണം നിങ്ങൾ യാത്ര ചെയ്യുന്നു, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരിക്കും. നമ്മൾ ആ യാത്രയെക്കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുന്നു, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നു, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നു. പക്ഷേ ചിലപ്പോൾ ആ യാത്രയുടേതായിട്ടുള്ള ഒരു സന്തോഷവും സമാധാനവും ആ ഒരു ത്രില്ലും അല്ലെങ്കിൽ നമ്മൾ മൂഡെന്നോ വൈബെന്നൊക്കെ പറയുന്ന ഒരു സംഗതി, അത് നമുക്ക് കിട്ടുക ചിലപ്പോൾ ഒരു യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോഴൊക്കെയായിരിക്കും. അല്ലെങ്കിൽ യാത്രയുടെ ഏതെങ്കിലും ഒരു മൊമെൻറ്റിലായിരിക്കും നമ്മൾ ആ ഒരു സന്തോഷം ഭയങ്കര ഒരു മൂഡിലേക്ക്, യാത്രയുടേതായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ നമ്മളിലേക്ക് അതിങ്ങനെ എത്തിച്ചേരുക. ഇതുപോലെ എനിക്കുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണിത്. ഞാൻ ഹംപി ധൃതിയിലാണ് വിസിറ്റ് ചെയ്യുന്നത്. അതിനൊരു കാരണമുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന വർക്ക് ചെയ്യുന്ന സ്ഥലം ലീഡ് IAS അക്കാദമി, കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് IAS അക്കാദമിയാണ്. അപ്പോൾ നമുക്ക് ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫൗണ്ടേഷൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ക്ലാസ് എടുക്കാനായിട്ട് പോയിട്ട് അതിനുശേഷം ഒരു ദിവസം ഞാൻ ഒഴിവുണ്ടാക്കി ഞാൻ നേരെ ഹംപിയിലോട്ട് ചെല്ലുന്നു. ഹംപിയിൽ ചെന്നിട്ട് ഒരു ഓട്ടോയൊക്കെ വിളിച്ചിട്ട് റഷ് ചെയ്തിട്ടാണ് ഹംപി കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ യാത്ര പുറപ്പെടുന്നത്. ഫ്രണ്ട്സിനോടൊക്കെ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്, ഞാൻ ഫോട്ടോ ഇടുന്നുണ്ട്. പക്ഷേ ആദ്യം പ്രധാനപ്പെട്ട ചില 1-2 സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോൺ ചാരിയറ്റ്, ഹംപിയിൽ പ്രസിദ്ധമായിട്ടുള്ള ഈ രഥത്തിൻ്റെ മാതൃകയിലുള്ള ക്ഷേത്രമൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നിറവ് അനുഭവപ്പെടുന്നില്ല. അല്ലെങ്കിൽ യാത്രയുടേതായിട്ടുള്ള നമ്മുടെ അങ്ങനെ മനസ്സും ശരീരവും ഹൃദയമൊക്കെ നമ്മളെങ്ങനെ നിറയ്ക്കുന്ന ഒരു അനുഭൂതി എനിക്ക് വരുന്നില്ല. ഇങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ യാത്രയുടെ ആ ഒരു വൈബ് എനിക്ക് കിട്ടുന്നത് അന്ന് വൈകുന്നേരം 2 സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തപ്പോഴാണ്. ആദ്യം ചെന്ന സ്ഥലം അതൊരു അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിളായിരുന്നു. ഈ ശിവ ടെമ്പിളിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. രണ്ടാമത് ചെന്ന സ്ഥലമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അതിങ്ങനെയാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം, ഹംപിയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആർക്കിടെക്ചറൽ മൊനുമെൻ്റ് എന്ന് പറയുന്നത് വിരൂപാക്ഷ ടെമ്പിളാണ്. വിരൂപാക്ഷ ടെമ്പിൾ ഹംപിയിലെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ ഹംപി സ്റ്റൈൽ ഓഫ് അല്ലെങ്കിൽ വിജയനഗര സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും ബെസ്റ്റ് സ്പെസിമെൻ എന്നൊക്കെ പറയാവുന്ന ടെമ്പിളാണ്. അപ്പോൾ ഈ വിരൂപാക്ഷ ടെമ്പിളിലേക്ക് ചെന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ ടെമ്പിളൊക്കെ ഭയങ്കര ഫേമസ് ആണ്. നിങ്ങൾ ടെമ്പിളിൻ്റെ ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ടെമ്പിളിൻ്റെ അടുത്തായിട്ട് ഒരു എൻട്രൻസിലൂടെ നമുക്ക് കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടരികിലൊരു വലിയ കുന്നുണ്ട്, ഹേമകൂട ഹില്ലിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്കിന്ന് പറയാൻ പോകുന്നത്. ഹംപിയിൽ കുറേയധികം ഹില്ലുകളുണ്ട് കേട്ടോ. ഉദാഹരണത്തിന് ഈ വിരൂപാക്ഷ ടെമ്പിളിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് ബസാറിൻ്റെ ഒക്കെ സൈഡിലായിട്ട് വേറെയും ചില മാതംഗ ഹിൽസ് എല്ലാം വരുന്നുണ്ട്.
അപ്പോൾ ഇത് ഹംപിയിലെ ഏറ്റവും ഉയരം കൂടിയ ഹില്ലൊന്നല്ല. എങ്കിലും ഞാൻ അന്ന് വൈകുന്നേരം ആകെ ടയേർഡ് ആവുന്നുണ്ട്. എനിക്കൊരു 3 മണി 4 മണി സമയത്തൊക്കെയാണ് അമ്പലത്തിലേക്ക് ചെന്നിരിക്കുന്നു. അപ്പോഴും മനസ്സ് ശാന്തമാവുന്നില്ല, മനസ്സിലൊരു സന്തോഷം കിട്ടുന്നില്ല. പക്ഷെ നമുക്കിത് പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഭയങ്കര ഹാപ്പി മൂഡിലാണല്ലോ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മളെല്ലാവരും ധരിപ്പിക്കുന്നത്. യാത്രയുടെ നമ്മൾ ഡിജിറ്റൽ വേർഷൻസിന് ഇങ്ങനെയും ചില പൊതുമുഖങ്ങളുണ്ട്. കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കുക നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്യാനായിരിക്കും. ചിലപ്പോൾ ഇത് ഡിജിറ്റൽ വേൾഡിൻ്റെ പ്രത്യേകതയാണ്, ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വിരൂപാക്ഷ ടെമ്പിളിൻ്റെ സൈഡിലൂടെ അങ്ങനെ കയറി ചെല്ലുമ്പോൾ ഉച്ചവെയിലിങ്ങനെ താഴ്ന്ന് ആകാശമൊക്കെ എന്ത് ചെയ്യുന്നു കുറച്ചുകൂടി കാമായിട്ട് ആകാശത്തിൻ്റെ നിറമൊക്കെ മാറി വരുന്ന സമയമാണ്. അപ്പോൾ ഈ ഹേമകൂട എന്നാണ് ഈ ഹില്ലിൻ്റെ പേര്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊരു മിത്തുണ്ട്. ഈ മിത്ത് എങ്ങനെയാണ് വരുന്നത്? ശിവഭഗവാൻ വിരൂപാക്ഷ ഭഗവാൻ ഹംപിയിലെ ഒരു പെൺകുടീനെ അല്ലെങ്കിൽ ഒരു രാജകുമാരീനെ കല്യാണം കഴിക്കാനായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുന്നത് ഈ ഹില്ലിലാണെന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തപ്പോൾ ഇതിൽ സന്തോഷിച്ച് ആകാശത്തിൽ നിന്ന് സ്വർണ്ണവൃഷ്ടി ഉണ്ടായെന്നാണ് പറയുന്നത്. സ്വർണം, ഒരുപാട് ഗോൾഡ് ഇങ്ങനെ ആ മലമുകളിലേക്ക് ഇങ്ങനെ താഴോക്കി വർഷിക്കപ്പെട്ടുവെന്ന് ഇതാണ് ഐതിഹ്യം. അപ്പോൾ സംസ്കൃതത്തിൽ ഹേമം, സ്വർണം. അപ്പോൾ ഈ സ്വർണം വന്ന് പതിച്ച കാരണമാണ് ഇതിനെ നമ്മൾ ഹേമകൂട ഹിൽ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു പേരിന് ശരിവെക്കുന്ന രീതിയിലാണ് നമ്മൾ ഹേമകൂട ഹില്ലിൻ്റെ ഒരു ഭംഗി നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാനിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറി ചെല്ലുമ്പോഴെല്ലാം ചെറിയ ചെറിയ മൊനുമെൻറ്റ്സ് ഉണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ചെറിയ പവലിയൻസ് ഉണ്ട്, വലിയ ഗ്രാനൈറ്റ് സ്ലാബ്സ് ഉണ്ട്. മുകളിലോട്ട് ഇങ്ങനെ ചെല്ലുന്തോറും നമുക്ക് ഇങ്ങനെ ശബ്ദങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. താഴെ വിരൂപാക്ഷ ഹില്ലിൻ്റെ തൊട്ടടുത്തുള്ള ബസാറിലൊക്കെ ഉള്ള ശബ്ദങ്ങളൊക്കെ കുറഞ്ഞ് നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ ശാന്തമായിട്ട് മുന്നോട്ട് കയറുന്നു. എവിടേക്കോ നമ്മുടെ മനസ്സൊക്കെ നിറയുന്നു, ശരീരത്തിന് ഒരു ആയാസം വരുന്നു, ഹൃദയത്തിൽ ഒരു കുളിർമ വരുന്നു. മുകളിലോട്ട് ചെല്ലുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. മിക്കവാറും വിദേശികളാണ്. ഈ യാത്ര ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ആൾക്കാരാണ്, യൂറോപ്യൻസൊക്കെ. അപ്പോൾ 1-2 ഞാൻ ഒരു അയർലൻഡുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. മുകളിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് വിജയനഗര കാലഘട്ടത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ വിരൂപാക്ഷ ടെമ്പിളിനൊക്കെ മുമ്പ് തന്നെ നിർമ്മിക്കപ്പെട്ടിരുന്ന പല ആർക്കിടെക്ചറൽ മൊനുമെൻറ്റ്സ് അവിടെ കാണാം. അപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ ഈ ടെമ്പിളിനെ കാണാൻ പറ്റും. വിരൂപാക്ഷ ടെമ്പിളിനൊരു വലിയ വിമാനമുണ്ട്. ഈ ടെമ്പിളിൻ്റെ ഒരു പനോരമിക് ആയിട്ടുള്ള വ്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ കുന്നിൻ്റെ മുകളിലോട്ട് കയറുന്തോറും ചെറിയ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ചെറിയ ഷെൽട്ടേഴ്സ് ഉണ്ട്. എല്ലാം കല്ലുകൊണ്ട് റോയായിട്ട് കല്ല് മാത്രം കെട്ടിപ്പൊക്കി വെച്ചിട്ടുള്ള ചെറിയ ടെമ്പിൾസാണ്. ഒരു ഉദാഹരണത്തിന് ഫേമസ് ആയിട്ടുള്ള ഒരു ഹനുമാൻ്റെ ആഞ്ജനേയ ക്ഷേത്രമുണ്ട്. ഈ ആഞ്ജനേയ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് ഒരു പാലമരമാണെന്ന് തോന്നുന്നു, ഒരു മരം നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് വീണ്ടും എന്താണ് വലിയ റോക്ക് ബൗൾഡേഴ്സിനെ കയറിയിട്ട് നമ്മൾ മുന്നോട്ട് കയറി ചെല്ലുന്തോറും എന്താണ് ടെമ്പിൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി അന്നത്തെ ദിവസം 2-3 ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ നിരന്തരം യാത്ര ചെയ്യുകയാണ്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഇതൊരു ഏപ്രിൽ മാസത്തിലാണ് സംഭവിക്കുന്നത്, കുറേ മാസങ്ങൾക്ക് ശേഷം ഭയങ്കരമായിട്ടുള്ളൊരു മെൻ്റൽ പീസ്, മാനസികമായിട്ടുള്ളൊരു സൗഖ്യം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ ആകാശം ഇങ്ങനെ മാറുന്നു. സന്ധ്യസമയമാണ്, ത്രിസന്ധ്യ നേരമാണ്. ആകാശത്തിൻ്റെ കളർ ടോണിലൊക്കെ ഭയങ്കര മാറ്റം വരുന്നു. നമുക്ക് അമ്പലത്തിൽ നിന്ന് ചെറുതായിട്ട് ചില സംഗീതങ്ങൾ കേൾക്കുന്നുണ്ട്. ആകാശം ഭയങ്കര പ്ലെയിനായിട്ട് മാറുന്നു. തൊട്ട് അകലെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്ന വലിയ അമ്പലങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ വളരെ ചെറുതായിട്ടാണ് തോന്നുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു അനുഭൂതി എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ആ ഒരു മൗനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, യാത്ര നന്നായിട്ട് ആസ്വദിക്കുന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട്, നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര നമുക്ക് തരുന്നൊരു മൗനമുണ്ട്, ഒരു സൈലൻസ് ഉണ്ട്. കുറേ നേരം ഞാൻ അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും വൈകുന്നേരമായി. തൊട്ടടുത്ത ദിവസം ഞാൻ ചെയ്ത ആദ്യ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് വൈകുന്നേരം തന്നെ വേഗം ചെന്നു കിടന്നുറങ്ങി. പുലർച്ചെ അലാറൊക്കെ വെച്ചു, ഒരു വണ്ടിയൊക്കെ ഏർപ്പാടാക്കി, എന്നിട്ടൊരു ഓട്ടോയൊക്കെ വെച്ചിട്ട് ഞാൻ നേരത്തെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു 4 മണി 5 മണി സമയമൊക്കെ ആകുമ്പോൾ പുറപ്പെട്ട് ഒരു 5:30 സമയമൊക്കെ ആകുമ്പോൾ ഞാനിവിടെ വീണ്ടും രാവിലെ ഹേമകൂട ഹില്ല് കയറി. ഈ ഹേമകൂട ഹില്ലിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഞാൻ വീണ്ടും, അന്ന് എനിക്ക് തോന്നി പുലർച്ചെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 5 മണി തൊട്ടിട്ട്
ആ ഒരു തലേ ദിവസം നമ്മളൊരു സന്ധ്യയാണ് ആസ്വദിച്ചെങ്കിൽ ഇങ്ങനെ പ്രഭാതം ഇങ്ങനെ ഭയങ്കര പൊട്ടിവിടരുന്ന, ഞാനൊരു പെയിൻറ്റർ കൂടി ആയ കാരണമായിരിക്കും നമുക്ക് അങ്ങനെ ആകാശത്തിൽ സംഭവിക്കുന്ന ഈ കളറിൻ്റെ വേരിയേഷൻസൊക്കെ. നമ്മൾ സാധാരണ ഈ വാട്ടർ കളറൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, ജലഛായൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ അച്ഛൻ നന്നായിട്ട് വാട്ടർ കളർ ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഈ വെള്ളത്തിൽ നമ്മളൊന്ന് ചുമ്മാ ഒരു ബ്രഷ് എടുത്തിട്ട് ഒരു കളർ ഇങ്ങനെ ഒന്ന് തൊട്ട് കൊടുക്കുമ്പോഴേക്കും അതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ സ്പ്രെഡാവും. അതുപോലെ മനോഹരമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആകാശത്തിൻ്റെ നിറം മാറുന്നു, അന്തരീക്ഷം മാറുന്നു, താഴത്തു നിന്ന് ടെമ്പിൾസിൽ നിന്ന് ശബ്ദങ്ങൾ വരുന്നു. ഒരു വലിയ ക്ഷേത്ര നഗരം മുഴുവൻ ഉണരുന്നതിൻ്റെ ആ ഒരു എനർജിയും ഉന്മേഷവും സന്തോഷവും ഒക്കെ മനസ്സിലും ശരീരത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു മൊമെൻ്റായിരുന്നു. മേ ബി എൻ്റെ ഒരു 30-32 വയസ്സ് നീണ്ടു നിൽക്കുന്നൊരു ജീവിതത്തിൽ ഇതുവരെ ഇത്രയും നല്ലൊരു പ്രഭാതം ഞാൻ വേറെ അനുഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നി. ആ ഒരു യാത്ര അതിൻ്റെ ഒരു സാഫല്യത്തിൽ എത്തിച്ചേരുന്നത്, അത് അതിൻ്റെ ഒരു പീക്കിൽ എത്തിച്ചേരുന്നത് ആ മൊമെൻറ്റിലായിരുന്നു. ഈ വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ അത്ര നല്ല വീഡിയോ ഒന്നുമല്ല, ഞാൻ മൊബൈലിൽ എടുത്തതാണ്, DSLR ഒന്നും കൊണ്ടുപോയില്ല. നമ്മൾ ചില സമയത്ത് നമുക്ക് ഏറ്റവും നല്ല കാഴ്ചകൾ നമ്മൾ ക്യാമറയിലായിരിക്കില്ല, നമ്മൾ കണ്ണുകളിലൂടെ ആയിരിക്കും, ഹൃദയത്തിലൂടെയൊക്കെ ആയിരിക്കും ഒപ്പിയെടുക്കാനായിട്ട് പറ്റുക. ഇനി എന്തായാലും നിങ്ങൾ ഹംപിയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹേമകൂട ഹില്ലിലേക്ക് ചെല്ലണം. അവിടെയുള്ള ഈ പ്രസിദ്ധമായിട്ടുള്ള ചില മോനുമെൻറ്റ്സ്, അതിൻ്റെ ഹിസ്റ്ററി, അതോടൊപ്പം തന്നെ ആ ഏതെങ്കിലും ഒരു സന്ധ്യാസമയം, പുലർച്ചെ സമയവും നിങ്ങൾ ആസ്വദിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. എന്തായാലും ഹംപിയിലെ വിശേഷങ്ങളിവിടെ തീരുന്നില്ല, കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. നമുക്കൊരു അടുത്ത എപ്പിസോഡിൽ നമുക്ക് പങ്കുവയ്ക്കാം. സോ കേട്ടതിന് നന്ദി, സന്തോഷം.